ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാതെ ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മികച്ച അവസരമാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡും ഇല്ല, അതേപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഡ്രീം ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റായിട്ട് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ മാറുന്നുണ്ട് അല്ലേ. ഇവിടെ മാത്രമല്ല, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികൾ ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ട്, BSc കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ട്, അതേപോലെ തന്നെ ഡിപ്ലോമ വിത്ത് എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത കടമ്പ എന്ന് പറയുന്നത് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് അല്ലേ. പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് പല തരത്തിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഒന്നെങ്കിൽ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എൻട്രി പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ അപ്രോച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ പ്രിപ്പറേഷൻ സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിൻ്റെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ KSEB വർക്കറിൻ്റെ വർക്കറിൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 5 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് ഇലക്ട്രോണിക് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇലക്ട്രോണിക് മെഷർമെൻറ്റ്. അപ്പോൾ ഇവിടെ ഈ ടോപ്പിക്കിന് അണ്ടറിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആൻഡ് IT, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് MS Word അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ ഫിസിക്സ്, എത്രത്തോളം ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുണ്ട്, കെമിസ്ട്രി എത്രത്തോളം പഠിക്കാനുണ്ട്, മാത്തമാറ്റിക്സ് എത്ര ഡെപ്തിൽ പോകുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സിലബസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കേരള PSC മെൻഷൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കേരള PSCയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ സിലബസിൽ യാതൊരു മാറ്റവും വരാനുള്ള സാധ്യതയില്ല. ഇനി മാറ്റം വരികയാണെങ്കിൽ തന്നെ ഒരു 10% സിലബസിലൊക്കെ മാറ്റം വരുള്ളൂ. കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഈ പോസ്റ്റിൽ എന്ത് ചെയ്യേണ്ട, പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ സിലബസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ താഴെ ഒരു PDF എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്നിട്ട് സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇരുന്ന് വായിച്ച് നോക്കുക. സിലബസിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ടോപ്പിക്കുകളൊക്കെ എനിക്ക് സ്വയം പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് പഠിച്ചെടുക്കുക. എന്നാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ സ്വയം പഠിച്ചെടുത്തിട്ട് കാര്യമില്ല, എനിക്ക് തീർച്ചയായിട്ടും എപ്പോഴും ഒരു ഗൈഡൻസ് വേണം. അതായത് പഠിക്കുന്ന സമയത്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ക്ലാസ്സസ് ആയിട്ട് കിട്ടണം അല്ലേ. വീഡിയോ ക്ലാസ്. ഇപ്പോൾ എൻ്റെ ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ പ്രത്യേകത, നിങ്ങൾക്കിതിൻ്റെ മുഴുവൻ ക്ലാസ്സസും എന്ത് ചെയ്യാണ്, റെക്കോർഡഡ് ആയിട്ട് കിട്ടുകയാണ്. എല്ലാ ടോപ്പിക്കും, അതായത് നിങ്ങൾ ഇതിൻ്റെ സിലബസിന് അണ്ടറിലുള്ള ഓരോ ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രത്യേകമായിട്ട് മറ്റൊരു റെഫറൻസ് ബുക്ക് പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സിലബസിലെ ലൈൻ ബൈ ലൈൻ ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവിടെ ലഭിക്കുന്നുണ്ടാവും, ഫുൾ ക്ലാസ്സുകൾ. അത് എല്ലാ ടോപ്പിക്കും, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, എവറി ടോപ്പിക് നിങ്ങൾക്ക് എന്തായിരിക്കും, റെക്കോർഡഡ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ ടീച്ചേഴ്സുമായിട്ട് ലൈവിൽ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അതായത് റെക്കോർഡഡ് ക്ലാസ് മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ എന്തുകൂടി ലഭിക്കുന്നുണ്ട്, ലൈവ് ക്ലാസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതുകൊണ്ടും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് ലഭിക്കുക എന്നുള്ളത് അല്ലേ. നമ്മൾ ഓരോരുത്തരും അപ്പോൾ നിങ്ങൾ അത് പഠിച്ചിട്ടില്ലേ, നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലേ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിന്നാലെ കൂടുന്ന ഒരു മെൻറ്റർഷിപ്പ് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഈ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഈ എക്സാമിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ തന്നെയാണ് വഹിക്കുന്നത്. സോ ആ ഒരു മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കൃത്യമായിട്ടുള്ള മോട്ടിവേഷണൽ സെഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, റെഗുലർ ഇൻ്റർവെൽസിൽ. കാരണം നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ആദ്യമൊക്കെ നല്ല ആവേശം ഉണ്ടാവും, പിന്നെ അത് കെട്ടടങ്ങുന്നുണ്ടാവില്ലേ. അപ്പോഴും നിങ്ങളെ തിരിച്ച് ട്രാക്കിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങളെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും മോട്ടിവേഷണൽ സെഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇത് കൂടാതെ കോമ്പറ്റീഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈ എക്സാമിൽ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ എക്സാമിൽ എത്രത്തോളം നിങ്ങൾ സ്കോർ ചെയ്യുന്നുള്ളത് ഈ മോക്ക് ടെസ്റ്റ് ആയിരിക്കും അതിലൊരു ക്രൂഷ്യൽ ഫാക്ടർ വഹിക്കാൻ പോകുന്നത്. നമ്മൾ കുറേ പഠിച്ചുകൊണ്ടത് മാത്രം കാര്യമില്ല, പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്തിനുള്ളിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് മോക്ക് ടെസ്റ്റിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇതേപോലെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പാക്കേജാണ് എൻട്രിയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ബാച്ചിൻ്റെ ഗോൾഡ് ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ ഗോൾഡ് ബാച്ച് എൻട്രിയിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ
എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും എൻട്രിയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുകൂടാതെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ബാച്ചിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻറ്റഡ് ആയിട്ട് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ എഴുതി വെച്ചേക്കുക. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ സിലബസിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചേക്കുക. എഴുതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഒരിക്കലും നിങ്ങൾ കാലതാമസം വരുത്തരുത്. അതിൽ കുറച്ച് കഴിഞ്ഞ് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വരട്ടെ എന്നൊന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസുകളും മികച്ച സ്കോറും കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ്, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.